ഹലോ കിലോട്ടല്ല, നമ്മൾ കണ്ടിട്ട് കുറേ കിലോട്ടല്ല. എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് വ്ളോഗ് ഇടണം, പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലാട്ടല്ലോ, ഓരോ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി ഞാൻ എന്നും പറഞ്ഞ പോലെ ഇനി എന്തായാലും വ്ളോഗ് ഇട്ടില്ലാട്ടല്ലേ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ്. നിങ്ങൾ വിചാരിക്കേണ്ട അന്തര ഇവൻ വള്ളിയും കെട്ടുന്നത്. സോ വള്ളിയും വള്ളിയായിട്ട് വേറെ ഒന്നല്ല ഇല്ലാട്ടല്ലേ, സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു പരിപാടിക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ട്. പാലക്കാട് പുള്ളിക്കാരൻ ടോപ്പ് ടൗണിലുണ്ട്. സോ ഒരു മീറ്റിങ്ങിന് വേണ്ടി നമ്മളെ വിളിച്ചിട്ടുണ്ട്, ഇൻഫ്ലുവൻസേഴ്സിൽ കുറച്ച് പേരെ. അപ്പോൾ എന്നെ ഇന്നലെ ഷൈനു വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൊല്ലങ്കോട് ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി പുള്ളിക്കാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ ഷൈനും കൂടെ പോണില്ലട്ടല്ലേ. അവിടെ വേറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്നെ ഷൈന് പിക്ക് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ടുണ്ട്. കഴിച്ചിട്ടില്ല, അവിടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവിടെ പോയി കഴിക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ വൺസ് അഗൈൻ വെൽക്കം ടു അവർ ലൈവ് ലൈവ് വ്ളോഗിലിടല. നമ്മൾ എന്തായാലും പൊളിക്കും. ഇനി വീഡിയോസ് തുടരെ വരും. അപ്പോൾ കാണുക. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. കിലറിൽ ഞാൻ ആ വീഡിയോ ഇപ്പോൾ ശ്രദ്ധിച്ചു. എന്ന് വെച്ചാൽ വെള്ളം പറഞ്ഞ് വെള്ളം കണ്ടില്ല. ഇതാ വെള്ളമുണ്ടും വെള്ള ഷർട്ടപ്പനി. നമ്മൾ പുതിയ ഫ്ലിപ്പ് വാങ്ങിയതല്ല, നമ്മളൊരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ഒന്നും ഉണ്ട് നമ്മുടെ ഇക്കാൻ്റെ കടയിലുള്ള കൊടുവായിട്ട്. സോ അവിടെ നമുക്ക് ഇക്ക തന്നാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇതിട്ട വീഡിയോ ചെയ്തു. അപ്പോൾ ഇക്ക പറഞ്ഞു അത് എടുത്തു പറഞ്ഞു. സോ അത് തന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് വൈഡ് റേഞ്ചിലാണ്. അപ്പോൾ ഇത് നന്നായിട്ടാണെന്ന് വിചാരിക്കുന്നില്ല ഇടക്കിലടല. ഇനി പോകുമ്പോൾ ഇത് എടുത്ത് നോക്കാം. പക്ഷേ അതിന് കുറേ നേരം ഇടല. 8 മണിക്ക് അവിടെ എത്തണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കറക്റ്റ് 8:05 ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. ഞങ്ങളുടെ പിള്ളേർ അങ്ങനെയാണെങ്കിൽ ഇടല. എന്ന് വെച്ചാൽ നമ്മൾ ഏത് സമയത്ത് അവിടെ എത്തണമെന്ന് പറഞ്ഞു ആ സമയത്ത് നമ്മളോട് ഇറങ്ങും. നിങ്ങൾക്ക് അങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇരുപത് പിന്നെ പറയാനുള്ളത് വിഷയമില്ല. നമ്മൾ വാലന്റൈൻസ് ഡേക്ക് ഒരു പരിപാടി സെറ്റ് ചെയ്തിട്ട് അത് വീഡിയോ ചിലപ്പോൾ മുമ്പ് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടായിരിക്കും വരിക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാലന്റൈൻസ് ഡേക്ക് പാവങ്ങൾക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാൻ വേണ്ടി. നമ്മൾ എന്തായാലും വാലന്റൈൻസ് ഡേ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല, സിംഗിൾസ് ആണല്ലോ. സോ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. എഡിറ്ററിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, വന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വരികയില്ല. എനിവേ അപ്പോൾ എന്താ പറയാൻ വന്നത്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഷൈനുണ്ട് ഡ്രസ് കിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ വീഡിയോ എടുത്തു. നമ്മൾ എത്തിയത് വ്ളോഗ് ഞാനും നമ്മൾ ഷൈനോട്ടിലുള്ള നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ വണ്ടി കാലത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് നേരെ അവിടെ വണ്ടി നല്ല വണ്ടിയാണ്, നേരെ ഉള്ളിൽ പോവാം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു ഇഡ്ഡലി, ഒരു ഉഴുന്നുവട, അപ്പോൾ 2 ഉഴുന്നുവടയുണ്ട്, പിന്നെ ഒരു പുളിങ്ങമുട്ട, ഒരു കഴിഞ്ഞ തവണ അവിടെയുള്ള പ്രശ്നം ശരിയാണ്. അപ്പോൾ ഇതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രൊജക്റ്റായിട്ട് അഗ്രി ടൂറിസം, അതുപോലെ ആശുപത്രിയിൽ ഒരു ട്രോമ കെയർ യൂണിറ്റും കൂടി നടപ്പിലാക്കാൻ സ്ഥാപിക്കാനാണ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ആ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കേരള സർക്കാരിന്റെ ഒരുപാട് സബ്സിഡികളും സ്കീമുകളും അതിനെ കുറിച്ചൊന്നും ഒരു ബോധവൽക്കരണം കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഫുൾ ചെയ്തത് എന്റെ കയ്യിൽ നിന്നുള്ള, ഞാനൊരു ഇൻഫ്ലുവൻസറും കൂടിയാണ്. അപ്പൊ അതിനുള്ള വരുമാനം വെച്ചിട്ടൊക്കെയാണ് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത് വന്നത്. അപ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്കും പുതിയ യുവ സംരംഭകർക്കും വേണ്ടിയിട്ട് നമ്മളുടെ ഗവൺമെന്റിന്റെ സ്കീമുകളും കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കൊടുത്താൽ നന്നായിരിക്കും. അവർക്ക് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അത് ഉപകരിക്കും. അപ്പോൾ താങ്ക് യു. പറഞ്ഞ കാര്യം സംബന്ധിച്ചുള്ള ചില പ്രതികരണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. രഘുനാരായണൻ എന്ന വ്യക്തിയോട് പറഞ്ഞിട്ടുള്ളത് വ്യവസായ മേഖല നല്ല നിലയിൽ മുന്നോട്ടേക്ക് നീങ്ങുന്നുണ്ട്, അത് തുടരണം എന്ന ആവശ്യം അദ്ദേഹം ഇവിടെ മുന്നോട്ടേക്ക് എത്തിക്കുക. നമുക്കത് വ്യാവസായിക മേഖല തന്നെയാണ് കേരളത്തിന്റെ ഭാവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴേറ്റവും അവസാനം ഞങ്ങളുടെ ജാഥ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പിണറായി തന്നെ പറഞ്ഞത് ഒരു വ്യവസായി കേരളക്കാരനല്ല, ഇന്ത്യക്കാരനുമല്ല, വിദേശത്ത് വന്നിട്ട് ഇവിടെ വ്യവസായം തുടങ്ങാൻ ആലോചിക്കുന്നു. ഉൾപ്പെടെയുള്ള എല്ലാറ്റിനെയും ഫലപ്രദമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഗവൺമെന്റിനുള്ളത്. അത് നമ്മൾ ഫലപ്രദമായിട്ട് ജീവിക്കണം. പിന്നെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കണം. ഏത് ടൂറിസത്തിന്റെയും അടിസ്ഥാനപരമായ കാര്യം അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ യാത്രാ സൗകര്യം ഉൾപ്പെടെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. കില്ലാടികളെ ഞങ്ങൾക്ക് മൈക്ക് സംസാരിക്കാൻ കിട്ടില്ല. അപ്പോൾ സോ നമ്മുടെ ചെക്കനെ എഴുതിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ബൈക്ക് കിട്ടിയില്ല, ഒറ്റ കാര്യം കൊണ്ടാണ് ഇവിടെ എഴുതുന്നത്. പലക്കാണ് ഇപ്പോൾ ഇവിടെ. എന്റെ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ സമൂഹം നടത്തുന്ന ഒരു സംഭവമാണ്. ആമ്പിള്ളേർക്ക് പെണ്ണ് കിട്ടാത്തൊരവസ്ഥ. മിനിമം ഒരു 8 ലക്ഷം ആക്കണം. വർധന വരുത്തണം എന്ന് പറഞ്ഞാൽ മതി.
എഴുതി നോക്കി സാധനം എന്താ ആ കാര്യം നീ പറഞ്ഞു ഞാൻ യോജിക്കുന്നു. നമ്മുടെ നാട്ടുകാരിലെ അമ്മമാർക്കും വലിയപ്പന്മാർക്കും ഒന്നും പണിയില്ല ഇപ്പോ. കാര്യം എന്താ പറഞ്ഞാൽ ബംഗാളി ആൾക്കാർ വന്ന് എന്താണെന്നറിയോ നമ്മുടെ അതാണ് അവിടെയാണ് അതേ സ്ഥാനം. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ അമ്മമാർക്ക് കിട്ടും. എന്തായാലും ഇത്ര പേരുണ്ടല്ലോ, ഒരു 100 പേരിന് വെച്ച് 2 കണ്ണം പെടാൻ പറഞ്ഞ പടപെടാനാവില്ലേ? നീ എഴുതറാ, നീ വെക്കറാ, നീ നമ്മുടെ എഴുത്ത് കഴിയുമ്പോൾ ആളെ പേടിക്കണ്ട. എന്റെ ഞാൻ പറഞ്ഞല്ലോ സമൂഹ തൊഴിൽ മറ്റേ വിവാഹം നടക്കാത്ത ആൾക്ക് തന്നെ ഗവൺമെന്റ് ജോലി, പ്രൈവറ്റ് ജോലി അങ്ങനെയല്ല. എന്റെ ഇത് ഇതിന്റെ എഴുതി പാടത്തോണ്ട് അവന്റെ പോയിന്റ് എഴുതി. കർഷക തൊഴിലാളികൾക്ക് ബംഗാളിൽ നിന്ന് വന്ന കർഷക തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ ഇങ്ങനെ എഴുതുന്ന കർഷക തൊഴിലാളികൾ നീ അവനെ കൊടുക്കുക. എന്താ ഞാൻ ഉദ്ദേശിച്ചത്? മാറിപ്പോയാ? ഇല്ല, കറക്റ്റ്. ശരി, കർഷക തൊഴിലാളികൾക്ക് മറ്റേ എന്താണ് അതിന്റെ പേര്? പഞ്ചായത്ത് പണിയില്ലേ? ഞാൻ പറഞ്ഞ നീ ഇതൊരു വീഡിയോ ഒക്കെ ഇടണം ഷൈനു. അതപ്പോ ആൾക്കാരുടെ ഓഡിയൻസ് റെസ്പോൺസ് നോക്ക്, എന്നിട്ട് നീ ഇതാക്കിയാ മതി. തൊഴിലില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു അതൊന്ന് കൺവേ ചെയ്ത് വീട്ടിൽ പോയിട്ടോ ഞാൻ പറഞ്ഞു. ഇത് വേണ്ട ഇത് വെട്ട്. ഞാൻ അയാളെ നേരിട്ട് വേണമെന്ന് ഞാൻ പറയാം. ശരി, വേണ്ട. അടുത്ത പോയിന്റ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇറങ്ങി പോകാനുള്ള ഇതാണ് സംഭവം. നമ്മുടെ അടുത്ത് ഇതൊക്കെ പറയണ മൈക്ക് കിട്ടുന്നതിന്റെ ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഫുൾഫിൽ ചെയ്യാനും പറ്റൂല. പക്ഷെ ആദ്യം വെച്ച് കട കൊടുക്കുമ്പോൾ അതിനു വേണ്ടി പിന്നാലെ പിന്നെ അവർ ഓടി അതിനു വേണ്ടി ഒരു കാലം അങ്ങനെ പോകും. പിന്നെ പാലക്കാട് ജില്ലയിലെ യുവജനങ്ങൾക്ക് തൊഴിലിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. പറഞ്ഞില്ലേ തൊഴിലില്ലായ്മന്റെ വിഷയം സംസാരിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നോർമലായിട്ടുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ മറ്റേ അമ്മമാർക്കുണ്ടല്ലോ ഇപ്പൊ തൊഴിലവസരങ്ങൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ എന്താ പറയാ പഞ്ചായത്ത് പണിയിൽ ഈ കർഷക പണികൾ, അതായത് വീടിന്റെ അടുത്ത് തന്നെ കർഷക പണികളും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഇപ്പോൾ ഞാറ് നടുക, ഞാറ് വലിക്കുക, കൊയ്യുക എന്നുള്ള കൺസെപ്റ്റൊക്കെ അവർക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു മറ്റെന്താ പറയാ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് കണക്ട് ആക്കുന്നുണ്ട്. കാരണം കൃഷി, അതായത് കർഷകർക്ക് വേണ്ടിയുള്ള തൊഴിലാളികൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു ഫോം ഉണ്ടാക്കി വിതരണം ചെയ്യാനും പറ്റും. അവർക്ക് മറ്റെന്താ പറയാ പൈസയും കാര്യമായിട്ട് കിട്ടും എന്നുള്ളതാണ്. അടുത്ത 3 വർഷത്തിനുള്ളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഈ ജയിലിന്റെ സംഭവം അത് നമുക്ക് ഇതാക്കാൻ പറ്റും. ജയിലിൽ ഇപ്പൊ ആൾക്കാർക്ക് പൈസ കൂട്ടി എന്നൊക്കെ പണ്ട് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കൂട്ടി കഴിയുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ നല്ല ബിരിയാണി കിട്ടും. ഇവിടത്തേക്കാളും പട്ടിണി കിടക്കുന്നവർക്ക് ജയിലിൽ പോകുന്ന ഒരു തോട്ടാണ്. അതിന്റെ വസ്തുത മെയിനായിട്ട് പറയുമ്പോൾ ഒരാൾ ജയിലിൽ പോയി, പക്ഷെ ആ ജയിലിൽ പോയി കഴിഞ്ഞാൽ അല്ല, അവരുടെ വീട് നല്ല ഇതിൽ എത്ര പെർസെന്റേജ് കണക്കുണ്ട്. അതെ, ഇത്ര പേഴ്സൺ ഇപ്പൊ പണിയെടുത്ത് അവിടെ കഴിഞ്ഞിട്ട്, അതായത് ഈ കുറ്റകൃത്യം നടത്തുന്ന ആ ആളുണ്ടല്ലോ അവരുടെ കുടുംബത്തിന് ഒരു മേജർ പെർസെന്റേജ് കിട്ടും. മാത്രമല്ല ഈ സാധാരണ അടിപിടി കേസിൽ പോയി ജയിലിൽ പോകുന്നവർക്കല്ല ഈ കൂലി കിട്ടുന്നത്. അത് പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങനെ ജയിലുകളിൽ ആൾക്കാർക്ക് തോട്ടിപ്പോ ഞാൻ സാധാരണക്കാരൻ ചിന്തിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പൊതുവിൽ ഇത് അങ്ങനെ ഒരു സ്പ്രെഡായി. ഒരു വാർത്ത ആദ്യം കൊടുത്തപ്പോൾ തന്നെ ജയിലിൽ 600 രൂപ കൂലി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ അത്ര ഇല്ലല്ലോ എന്നുള്ള ആ സംഭവം അങ്ങനെയല്ല. അത് വസ്തുതകളുണ്ട് അതിന്റെ പിന്നിൽ. ടൂറിസം അത് അടിപൊളി ഓപ്ഷൻ. ഈ പറഞ്ഞ നല്ല പോയിന്റ്. ഇപ്പൊ നമ്മള് കോട്ടയിലൊക്കെ പറയുന്ന സമയത്ത് ഈ കയാക്കിംഗ് പോലുള്ള പുതിയ എന്താ പറയാ ആക്ടിവിറ്റീസ് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും. അതായിരിക്കും കുറച്ചും കൂടി നല്ലത് വിചാരിക്കുന്നു. ഇപ്പൊ കോട്ടയിൽ ചുറ്റും നമുക്ക് വെള്ളത്തിന്റെ ഒരു സൗകര്യം ഉണ്ട്. അപ്പൊ അവിടെ കയാക്കിംഗ് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ ഈ വഞ്ചിമായിട്ട് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് എല്ലാ
എല്ലാം വ്യത്യസ്തമാണ്. ഈ പറയട്ടെ പക്ഷേ അടുത്തതിന്റെ ടൂറിസം എന്തൊക്കെ ചെയ്യണം ആൾക്കാർ. പിന്നെ അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ സമൂഹ വിവാഹം ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളി. എന്താ പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സമൂഹ വിവാഹം. ആർക്കും പെണ്ണ് കിട്ടുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് കുറേ സൂസൈഡുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇപ്പൊ നമ്മുടെ നെന്മാറയിലൊക്കെ എന്താണൊരു സമൂഹ വിവാഹം നടന്നല്ലോ. അതേമാതിരിയുള്ള അങ്ങനത്തെ ഒരു പരിപാടി കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പറയണ്ടേ മറ്റേ കല്യാണം നമ്മളിങ്ങനെ നരച്ചു നിന്നിട്ട് ഇതിന്റെ സംഭവം പണിയുണ്ട്. ഈ പണിക്ക് വേണം. അപ്പോൾ പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ സാധനം കൂടി ചായ കുടിക്കാൻ വന്നത് നമ്മുടെ ബ്രോയിൻ്റെ ചായ പറഞ്ഞിട്ട് കട്ടൻ കപ്പ വേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ബ്ലോഗർ സെക്കൻഡ് കൂടി ഉണ്ടായിരുന്നില്ല. അവൻ പോയി, അവൻ ബസ്സിൽ പോകാറ് പിന്നെ ആയിട്ട് വേണ്ടിയിട്ട് അവൻ പോയി. ഇപ്പോൾ നമ്മൾ ഞാൻ ചായ കുടിക്കാൻ എന്തായാലും ചിലപ്പോൾ സ്റ്റേഡിയത്തിൽ പോകും. അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു പരിപാടി ചെയ്യുന്നില്ല, സർപ്രൈസ് ആണ്. ചിലപ്പോൾ അങ്ങനെ കട്ടൻ കപ്പ നീ കുടിക്കും വെച്ചാൽ നമ്മുടെ പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ നേരെ വരുന്നു. ഞാൻ സാധനം നോക്കി നമ്മുടെ പോയാ ഞാൻ സാധനം നമ്മുടെ ആദ്യത്തിലെത്തിയിട്ടില്ല. എന്നെ സംബന്ധിച്ച് നമ്മുടെ ഇത്താത്ത ചൂണ്ടക്കടയാണ്. നിങ്ങൾക്കൊക്കെ അറിയും ഒരു ഫിഷിങ്ങിന് പറഞ്ഞ ചൂണ്ടക്കാരി. ചൂണ്ടക്കാരിയുടെ കാര്യം ചൂണ്ടക്കാരിയുടെ കടയുണ്ട്. നമ്മളെ കടയോട്ടം പോയിട്ടുണ്ട്. കാണിച്ചു തരാം. യൂട്യൂബറാണ്, വ്ളോഗറാണ്, കം ഫുൾ അഡ്വഞ്ചറസ് ടൈപ്പുള്ള ചേച്ചിയാണ്. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഷോപ്പ്. വ്ളോഗ് ഞങ്ങൾ വ്ളോഗ് തുടങ്ങി. നമ്മുടെ ഇന്നത്തെ ഹായ് പറയും. അതെ നമസ്കാരം. അപ്പോൾ ബാക്കി വിഷ്വൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചൂണ്ടക്കാരി ചേച്ചിയുടെ പ്ലേ ബട്ടൺ വേണം. ഇങ്ങോട്ടേക്ക് കാണാൻ നോക്കട്ടെ. വ്ളോഗ് എടുത്തിട്ട് വരുമ്പോഴാണ് അതെ ചേച്ചി കഷ്ടപ്പെട്ട് നേടിയത്. അവിടെ നമ്മുടെ ചേച്ചിയുടെ ബിസിനസ് സ്ഥാപനം തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടാം. ഇല്ലടിയല്ലേ ഇതൊക്കെയാണ് ചൂണ്ടയുടെ സംഭവങ്ങൾ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെന്തോ പറയും, എന്താണ് അതിൻ്റെ ഇരകൾ ലൂർന്ന് അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിള്ളേർ. സംഭവം കേട്ടോ വൈഡ് റേഞ്ച് കാണിച്ചത്. പിന്നെ ഇതെന്താ സംഭവം എന്ന് അറിയില്ല. ഇതൊക്കെ ഇത് അടിക്കാൻ പറ്റും പക്ഷെ ചെയ്യാൻ പറ്റില്ല. പറഞ്ഞേ ഇവിടെയാണ് നമ്മുടെ മെയിൻ ഐറ്റം കേടല്ലേ. കണ്ടാ ഇത് ഗദ അടിക്കാൻ പറ്റില്ല. ബാഹുബലി പോലെ അടിക്കാൻ പറ്റില്ല, ബാഹുബലി പറഞ്ഞ പോലെ. പിന്നെ ഇത് എവിടെ ചേച്ചി ഇത് പിടിക്ക് സ്റ്റിക്ക്. എനിക്കതൊക്കെ അറിയുള്ളൂ. നിങ്ങൾക്ക് അങ്ങനത്തെ അറിയില്ല, നമുക്കെന്ന് പറഞ്ഞാൽ ഞങ്ങള് മുളവടിയിലേക്കാണ് ചൂണ്ടിരുന്നത്. മനസ്സിലായില്ലേ? ഞങ്ങൾ മുളവടിയിൽ മരിശീമുക്കുന്ന വടിയിലേക്കാണ് ഞങ്ങൾ ചൂണ്ടിട്ടിരിക്കുന്നത്. അതാ ഇതെന്താ സെറ്റപ്പ് ഇല്ലാതുള്ള സംഭവം ഇതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിട്ടാ. അതോ സെറ്റപ്പ് ഞങ്ങളുടെ ഇല്ലേ ഏട്ടന്മാർ ഇപ്പഴും ചൂണ്ടിയാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പക്ഷെ നിറയെ മീൻ കിട്ടുന്നുണ്ട്. അടിയും കൊണ്ട് ഞങ്ങളുടെ തോട്ടിൽ മീൻ, പക്ഷെ അത്ര വലിയ മീനില്ല. അത് പടുവെന്ന് അറിയില്ല, തീട്ടാ പടുവെന്ന് അറിയില്ല. പിന്നെ ഇതെന്താ ചേച്ചി? റീൽ സ്പിന്നിങ് റീൽ. അവന്റെ കോമഡിക്ക് വളരെ വഴി കൊടുക്കും. ഇത് എല്ലാം ഓരോരോ റേറ്റ് ആണ്. ഓരോ മോഡലിനനുസരിച്ചാണല്ലേ. ശരിക്കും ഇതിൽ കിട്ടുവോ? ഇതിൽ കിട്ടുവോ? നിങ്ങൾ വെറുതെ ഷോയ്ക്ക് വെച്ചാലോ? പറ ചേട്ടാ, നമ്മൾ ഈ ട്രാപ്പ് ഉണ്ടാക്കുന്നതാണ് കൊടയിൽ നമ്മുടെ പിള്ളേർ വെച്ചിട്ട്. ഇത് നമുക്ക് സെറ്റ് ആക്കട്ടെ തന്നെ. ഇതെന്താ സംഭവം? ഇത് വേണ്ടല്ലോ. ആടാ സാന ഇല്ലാതെ നമ്മൾ കൊറേ പഠിക്കാനുണ്ട് ചൂണ്ടനെ കുറിച്ച്. ലൂറ് അങ്ങനെ പറഞ്ഞു. എനിക്ക് അറിയില്ല, എനിക്ക് പിള്ളേർ പറഞ്ഞ കേട്ടറിയില്ല. ഫ്രോഗ് ഇത് ഏതിട്ടല്ലേ കിട്ടിയ ശരിക്കും? അങ്ങനൊന്നുമില്ല അല്ലേ? പറയൂ, നിങ്ങൾ ചൂണ്ടക്കാരി പറയൂ. ഇവിടെയല്ല നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണണ്ട. നമ്മള് എന്തായാലും നമ്മൾക്ക് അത്ര റീച്ച് ഒന്നും ഇല്ല. ഇത് ഞാൻ വീഡിയോയിൽ പറയുന്നതാണ്. നമ്മുടെ പ്രൊമോഷൻസ് നമുക്ക് ആ കടയിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും നമ്മൾ എത്ര മേടിച്ചു അല്ലെങ്കിൽ എന്ത് മേടിച്ചു എന്നുള്ളത്. കാര്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് പറഞ്ഞു. കാര്യമായിട്ട് പറഞ്ഞു, നമ്മള് ബന്ധം വിട്ടൊരു കളിയില്ല. അതാണ് നമ്മുടെ അവസ്ഥ. എല്ലാവരും വേണം, അത്രേ ഉള്ളൂ. ഇത് ഈ വല ആര് വീശാലും വിരിയെന്നാണ് നമ്മുടെ
ചൂണ്ടക്കാരി ചേച്ചി പറയുന്നത് നമുക്ക് നോക്കാം. പക്ഷെ ഇത് അല്ല ഈ സാധനം വേണം ശരിക്കും, ഇത് ഇല്ലാണ്ടല്ലേ വീശുക. അതില്ലാണ്ട് നോർമലി വിഷുവല്ലേ ഇത് ചൈനീസ് പക്ഷെ ഇത് ഇട്ട് അങ്ങനെ മീൻ കയറുതില് ടെക്നിക്ക് നോക്കതേ ഇങ്ങനെ വിഷം നമുക്ക് വിഷം ഞാൻ വിഷം നിനക്ക് ഇക്ക വീശാൻ പോണം വീശത്തെ. ഹലോ അപ്പൊ ഇത് ഇതൊരു ഇതൊരു സൈഡിക്ക് പോവില്ല ഈ സാധനം. അല്ല വീശുന്ന സമയത്ത് ഒരു സൈഡിക്ക് പോകും. ഓ അപ്ഗ്രേഡ് കില്ലാടല്ല അപ്ഡേറ്റ് ചെയ്ത സാധനമാണ് നമ്മുടെ വീശുവല പണ്ടത്തൊക്കെ മാറ്റുന്നതാ. ഓ ഇത് ഇങ്ങനെയുള്ള സെറ്റപ്പ് വിഷുവല്ലേ ഒമ്മനെ കൊണ്ട് പോയാലോ രണ്ട് വിഷം കില്ലാടികളെ. അപ്പൊ നമ്മളങ്ങനെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ വെച്ചാൽ അന്നത്തെ ആ ഒരു പരിപാടി മനസ്സിലായി. ലാസ്റ്റ് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റുഡിയോയിൽ എത്തി. എന്താ വെച്ചാൽ ചീസിൽ അവിടെ പോയി, ചൂണ്ടക്കാരി ചീസിൽ അവിടെ പോയി, പിന്നെ കുറെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവിടെ എത്തി. ഇത് ഈ കൺക്ലൂഷൻ എടുക്കുന്നതിലൂടെ ഞാൻ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ്. അതിനുശേഷം ഞാൻ ഫോൺ എടുത്തിട്ടില്ല. ഫോൺ എടുക്കാൻ പറഞ്ഞാൽ ഇതിനു വേണ്ടി ഫോൺ എടുത്തില്ല. സോ എനിവേ വീഡിയോസ് ഒക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യാൻ അതെനിക്ക് പറഞ്ഞുള്ളൂ. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ഗൈസ്. നമ്മൾ ഇനിയും വ്ളോഗുകളായിട്ട് വരുന്നതാണ് ഡെയിലി അല്ലെങ്കിൽ വീക്കെൻഡിൽ. അപ്പോൾ ഇനിയും ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരും. ലവ് യു ഗൈസ്, ബൈ.